വയനാട് ടൗൺഷിപ്പിൽ വിള്ളൽ വീണെന്നാരോപിക്കുന്ന വീടുകളിൽ മന്ത്രി കെ രാജൻ നിലവിൽ സന്ദർശനം നടത്തുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ലിൻഡോ ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ. ലിൻഡോ, പറയൂ. ശ്യാമലി, അല്പസമയം മുമ്പാണ് കെ രാജൻ കഴിഞ്ഞ ദിവസം വിള്ളൽ കണ്ടു എന്ന് പറയപ്പെടുന്ന ടൗൺഷിപ്പിലെ വീട് സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ആ വിള്ളൽ വീണ സ്ഥലം നോക്കി പരിശോധിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തോടൊപ്പം ULCC അംഗങ്ങളും ഉണ്ട്, ഉദ്യോഗസ്ഥരുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ടൗൺഷിപ്പിലെ ഫേസ് 1A 7-8 നമ്പർ വീടുകളിലാണ് വിള്ളൽ കണ്ടെത്തി എന്ന വാർത്ത വന്നിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആ വിള്ളൽ മാർക്ക് ചെയ്ത ഭാഗം, ആ പെൻസിൽ കൊണ്ട് വരച്ചത് ഭാഗമൊക്കെ ഇത്തരത്തിൽ വിള്ളലാണെന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധന നടത്താനാണ് മന്ത്രി ഇവിടെ എത്തിയിരിക്കുന്നത്. നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിള്ളൽ യഥാർത്ഥത്തിൽ ഈ ULCCയുടെ പ്രത്യേക സംഘം പരിശോധിച്ച് ഓരോ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് അതിൻ്റെ ഭാഗമായി ഈ കിഫോൺ എന്ന് പറയുന്ന കൺസൾട്ടൻസിയാണ് ഈ വിള്ളൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ വിള്ളൽ രേഖപ്പെടുത്താൻ കാരണം ഓരോ വീടുകളും നിർമ്മാണ ഘട്ടത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പാളിച്ചകൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി അത് മാർക്ക് ചെയ്ത് പിന്നീട് അത് വീണ്ടും പരിഹരിക്കാനുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിള്ളൽ കണ്ട ഭാഗങ്ങൾ മാർക്ക് ചെയ്തത്. എന്നാൽ പല മാധ്യമങ്ങളിലും ആ മാർക്ക് ചെയ്ത ഭാഗം വിള്ളൽ എന്ന രീതിയിൽ ആണ് പിന്നീട് വാർത്തകൾ വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കിഫോൺ എന്ന് പറയുന്ന കൺസൾട്ടൻസി ഇതിൻ്റെ ഈ വീടുകളുടെ ഏതെങ്കിലും തരത്തിൽ ചോർച്ച ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഭാഗമായി പോണ്ടിങ് എന്ന ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. ഈ പോണ്ടിങ് എന്ന് പറയുന്നത് ഈ നിർമ്മിച്ച വീടുകളുടെ മുകളിൽ മെയിൻ സ്ലാബുകളിൽ വെള്ളം നിറച്ച് 24 മണിക്കൂറുകളോളം ഈ വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചോർച്ച അനുഭവപ്പെടുന്ന സ്ഥലം മാർക്ക് ചെയ്യുകയും ആ മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് പിന്നീട് ആ ചോർച്ചയുള്ള ഭാഗത്തിന് നിർമ്മാണം നടത്താനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളൊരു നടപടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ വിള്ളലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ULCC ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ തരത്തിലും സാധാരണഗതിയിൽ നടക്കുന്ന പരീക്ഷണങ്ങളാണ്. ഇത്തരം പരീക്ഷണങ്ങൾ കഴിഞ്ഞ് മാത്രമേ പൂർണ്ണമായും ക്ഷമതയോടെ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളുമില്ല എന്ന് വീടുകൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ വീടുകൾ ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരീക്ഷണം എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് ഈ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. മാറ്റാനുള്ള മറ്റു കാര്യങ്ങൾ അത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് വളരെ വിവാദമായ രീതിയിൽ ഈ ടൗൺഷിപ്പിൽ വിള്ളലുണ്ട് അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കെ രാജൻ ഈ വിള്ളൽ കണ്ടെത്തി എന്ന് പറയുമ്പോൾ വിള്ളൽ വീണെന്ന് ആരോപിക്കുന്ന സ്ഥലത്ത് വീട്ടിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്. വയനാട് CPIMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇന്നലെയാണ് ഇത്തരത്തിൽ 2 വീടുകൾക്ക് വിള്ളൽ ഉണ്ട് എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായി അവിടെ ULCC ഊരാടുങ്കൽ ലേബർ സൊസൈറ്റി അവിടെ പരിശോധനയൊക്കെ നടത്തുകയും അതിൽ വിശദീകരണമൊക്കെ നൽകുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. മന്ത്രി കെ രാജൻ്റെ പ്രതികരണം ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മന്ത്രിയുടെ പ്രതികരണം തേടുകയായിരുന്നു നമ്മൾ റിപ്പോർട്ടർ. ഇത് ഒന്ന് പരിശോധിച്ച ശേഷം പ്രതികരണം ആവാം എന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലിൻഡോ, എന്തായാലും എന്താണ് നിലവിൽ പരിശോധന ആ കാര്യങ്ങളൊക്കെ നിലവിൽ മന്ത്രിയും ഒന്ന് കണ്ടറിയുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്നലെ എന്തായിരുന്നു ULCC ഇതുമായി സംബന്ധിച്ച് വിശദീകരിച്ചത്? ULCC ഈ വീട് സന്ദർശിക്കുകയും ULCC ഇതുമായി ചുമതലയുള്ള ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടുള്ള അരുൺ ബാബുവിൻ്റെ നേതൃത്വത്തിൽ
ഈ വീട് സന്ദർശിക്കുകയും ദുരന്തബാധിതനെ അടക്കം ആശങ്ക അറിയിച്ച ദുരന്തബാധിതനോടടക്കം ഇതിന് കൃത്യമായ മറുപടി നൽകുകയുണ്ടായി. ഈ മറുപടി എങ്ങനെയായിരുന്നു? കൃത്യമായ ഒരു സാധാരണഗതിയിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷണം മാത്രമാണ് നടന്നത്. അത്തരത്തിലാണ് നമ്മളൊരു ചെറിയ ഒരു വെള്ളം കിരിയാൻ സാധ്യതയുള്ള ഒരു പൊട്ടൽ എന്ന രീതിയിൽ കണ്ടെത്തിയത്. ഇത് മാർക്ക് ചെയ്യും, പിന്നീട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനഃപരിശോധിച്ച് കൃത്യമായ രീതിയിൽ നടത്തുകയും ചെയ്യും. ഇതും സാധാരണഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു അത്തരത്തിൽ നടന്നു വരുന്ന ഒന്ന് മാത്രമാണ്. അതിൽ വേറൊരു രീതിയിലും ആശങ്കപ്പെടാനില്ല എന്ന് ഈ ദുരന്തബാധിതനായിട്ടുള്ള നൗഫലിനോട് തന്നെ ULCC ചീഫ് ഇതൊരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ചൂരൽമല സ്വദേശി നൌഫലിന് ലഭിച്ച സോൺ 1-ലെ 8-ാം നമ്പർ വീട്ടിലെ മേൽക്കൂരയിലായിരുന്നു ഇന്നലെ വിള്ളൽ കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ ULCC വന്ന് അവിടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതിനൊരു വിശദീകരണമൊക്കെ ഉടമസ്ഥന് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രി കെ രാജൻ ടൗൺഷിപ്പിലെത്തി ഇവിടെ പരിശോധന നടത്തുകയാണ്. ആ വീടുകൾ സന്ദർശിക്കുകയാണ്.